നമസ്കാരം. Why do people remember your mistakes more than your kindness? നിങ്ങൾ ചെയ്ത നന്മകളേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരിക്കൽ ചെയ്ത ഒരു തെറ്റിലായിരിക്കും നിങ്ങളെ ആളുകൾ വെറുക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ ചെയ്ത നന്മകളെല്ലാം പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആളുകൾക്ക് വേണ്ടി നന്മകൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പല കാര്യങ്ങളും അവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ, അല്ലെ അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ മാറ്റിവെക്കും. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റ് അവരോട് ചെയ്താൽ ഇതുവരെ ചെയ്ത നിങ്ങളുടെ നന്മകളെല്ലാം ആളുകൾ മറക്കും. കാരണം ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് തെറ്റായ, അല്ലെങ്കിൽ ബ്രെയിനിനുള്ളിൽ എപ്പോഴും കൂടുതൽ ഫീഡ് ചെയ്യപ്പെടുന്നത് തെറ്റായ അല്ലെങ്കിൽ അപകടകരമായ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഉറച്ചിരിക്കും. അതാരുടെയും കുറ്റമല്ല. നിങ്ങൾ പുറകോട്ട് നോക്കി നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത നന്മകൾ ഒരു മനുഷ്യരും കാണില്ല. നിങ്ങൾ ചെയ്ത തെറ്റുകൾ മാത്രം എടുത്ത് ചൂണ്ടിക്കാണിച്ച് അതുവരെ ചെയ്ത നിങ്ങളുടെ നന്മകളെ എല്ലാം മാറ്റിക്കളഞ്ഞ് നിങ്ങളെ അത് വെച്ച് അവരളക്കും. അത് വെച്ച് അവർ നിങ്ങളോട് മുന്നോട്ട് നീങ്ങും. കാരണം നിങ്ങൾ അതുവരെ ചെയ്തതിനൊന്നുമല്ല വാല്യൂ. നിങ്ങൾ ചെയ്ത തെറ്റുകളെ മാത്രം മുറുകി പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. അത് അവരുടെ കാരണങ്ങൾ. നിങ്ങൾ അതുകൊണ്ട് നന്മ ചെയ്യുന്നത് നിർത്തേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ താല്പര്യത്തിനോ അഭിപ്രായത്തിനോ അനുസരിച്ചാവരുത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന നന്മകളുടെ മൂല്യം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആ നല്ല കഴിവ് അല്ലെ ആ ക്വാളിറ്റി നിങ്ങൾ നിർത്താതിരിക്കുക. മറ്റുള്ളവരെന്ത് ചിന്തിച്ചു, അല്ലെ മറ്റുള്ളവർ അത് കണ്ടു, അവരെനിക്ക് അതുകൊണ്ട് വിലയിട്ടില്ല, ഞാൻ ചെയ്തതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കുന്നു, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊന്നും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾക്ക് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. അത് നിങ്ങളുടെ മൂല്യം ഉയർത്തും. മറ്റുള്ളവരല്ല അത് തരേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട. അവരുടെ മൂല്യം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയും തിരിച്ചൊരു കാര്യം കൂടെ, നിങ്ങൾ ചെയ്ത നന്മകൾ മറന്ന് നിങ്ങളുടെ തെറ്റുകളെ മുറുകെ പിടിക്കുന്നവർ കാലം അവർക്ക് മറുപടി കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ജോലി അതൊന്നുമല്ല. നമ്മൾ ആരെയും പ്രയാസപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പോകാതെ മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ നല്ല നല്ല നന്മകൾ ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധിക്കാതെ മൂല്യമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. എന്നോടൊപ്പം നിങ്ങൾ കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.